ഹലോ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഷോർട്ട് കുർത്തിയോ അല്ലെങ്കിൽ ഒരു ടോപ്പോ അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ പാറ്റേണാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് കട്ടിങ് പാറ്റേണാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ട് ആ സെയിം ലെന്ത് തന്നെ താഴോട്ട് മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈനും വരച്ചു. ഇനിയിപ്പം ഇത് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ബാക്ക് ലെന്ത് മാർക്ക് ചെയ്യുക. അപ്പം ബാക്ക് ലെന്തും അവിടുന്ന് അത് ബോക്സ് വരയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യുക. ബോക്സ് വരയ്ക്കുക. അത് കഴിഞ്ഞ് ആം ഹോൾ സൈഡാണ്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് എടുത്ത് മിഡിലും നമ്മളവിടെ ലൈനിൽ നിന്ന് എടുത്ത് നമ്മൾ ആം ഹോൾ ഡ്രോ ചെയ്യുക. അത് ഫ്രണ്ട് നെക്കിന് വേണ്ടി. അപ്പോൾ ആ സെയിം വിഡ്ത്ത് തന്നെ താഴെ മാർക്ക് ചെയ്ത് അതിന് ഫ്രണ്ട് നെക്കിന് വേണ്ട ലെന്തും മാർക്ക് ചെയ്ത് അതും നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് ഏതാ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് റൗണ്ടോ യു ഷേപ്പോ അല്ലെ സ്ക്വയർ വേണ്ടവർക്ക് സ്ക്വയറോ വിയോ ആ നെക്ക് ഏത് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് കട്ട് ചെയ്യുക. അപ്പം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പം ആം ഹോളും കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മൾ വേസ്റ്റ് ഇപ്പം ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ നമുക്ക് വേസ്റ്റ് ലൈൻ അതൊരു 3 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുകയാണ്. 3 ഇഞ്ച്. അപ്പോൾ ഇത് ചെറിയൊരു പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പം വേസ്റ്റ് ലൈന് അപ്പോൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. താഴെ നമുക്ക് ആ ടോപ്പിൻ്റെ ലെന്ത് എത്ര വരുന്നോ ആ ലെന്തിൻ്റെ അവിടെ നമ്മൾ ആ മെഷർമെൻറ്റ് അവിടുത്തെ ആ വണ്ണത്തിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഷേപ്പ് കൊടുത്ത് അപ്പം താഴോട്ട് ഹിപ്പിൻ്റെ ആണല്ലോ വരുന്നത്. അപ്പം ഹിപ്പോ ഇല്ലെങ്കിൽ ഹിപ്പിന് മുകളിൽ നമുക്ക് ഷോർട്ട് ടോപ്പാണ് തയ്ക്കുന്നതെങ്കിൽ കുർത്തിയാണ് തയ്ക്കുന്നതെങ്കിൽ ലെന്തിൽ വരും. ഷോർട്ട് ടോപ്പാണെങ്കിൽ ആ മുകളിൽ നമുക്ക് എവിടം വരെ ലെന്ത് ഉണ്ടോ ആ ലെന്തിനനുസരിച്ച് ഫുൾ ലെന്ത് എടുക്കുക. ഫുൾ ലെന്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫുൾ ലെന്ത് എടുത്ത് പ്ലസ് സീം അലവൻസും കൊടുത്താണ്. അപ്പോൾ ഇതിനകത്ത് സീം അലവൻസും കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഓൺ ഫോൾഡ് സൈഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൺ ഫോൾഡ് സൈഡ് നമ്മൾ കട്ട് ഇൻറ്റു 4 പാർട്സ് ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇനി വീണ്ടും ഫ്രണ്ട് എടുത്ത് കട്ട് ചെയ്യാൻ പോവാണ്. വീണ്ടും ഫ്രണ്ട് എടുത്ത് കട്ട് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആർക്കും ഇതുപോലൊരു ഷോർട്ട് ടോപ്പ് നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. ഫ്രണ്ടും ബാക്കും നമുക്ക് ആ നെക്ക് ബയാസ് ബൈൻഡിങ് കൊടുക്കണം. അതിന് ക്രോസ് പീസ് എടുക്കണം. അപ്പം ക്രോസ് പീസ് കണ്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, ക്രോസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതപ്പോൾ അവിടെ സ്ട്രെച്ചബിളായിട്ട് വരും. ആ സൈഡ് സ്ട്രെയിറ്റ് പിടിക്കും, അത് സ്ട്രെച്ച് ആവത്തില്ല. അപ്പോൾ ഇത് ഇപ്പം ഒരു ക്രോസ് പീസാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് എത്ര വീതിക്ക് ആ ബയാസ് ബൈൻഡിങ് അവിടെ കവർ ചെയ്യേണ്ടോ ആ വീതിക്ക് ഇതിപ്പോൾ ഈ സ്കെയിൽ ഇപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതി വരും. അപ്പോൾ ആ സ്കെയിലിനനുസരിച്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ തുണി നമുക്കിതിപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് എടുക്കാനാണെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ ഇല്ലേ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ ഈ 1.5 ഇഞ്ച് മതി. ചെറിയ നമുക്ക് വിഡ്ത്തിനാണെങ്കിൽ ചെറിയ ഈ 1.5 ഇഞ്ചൊക്കെ ധാരാളം മതി. നമുക്ക് കൂടുതൽ വീതി അത് പൈപ്പിംഗ് ആയിട്ടൊക്കെ എടുക്കുന്നതിന് നമുക്ക് വീതി അത് 2ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 2 ഇഞ്ച് 2.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 2 പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്.
അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് വെച്ച് ജോയിൻ ചെയ്യുക. ഇതേപോലെ ജോയിൻ ചെയ്ത് എടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ റോങ് സൈഡ് നമ്മൾ ഇപ്പം റോങ് സൈഡും റൈറ്റ് സൈഡുമാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റോങ് സൈഡിൽ ആണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ഒന്നിച്ച് വെച്ച് ഷോൾഡർ തമ്മിൽ കറക്റ്റായിട്ട് നെക്കിൻ്റെ സൈഡ് കറക്റ്റായിട്ട് വെച്ച് വേണം ഷോൾഡർ തയ്ക്കേണ്ടത്. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടാത്ത ആണെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കവിടെ ഒരു ഫോൾഡാണ് കിട്ടുന്നത്. നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് അവിടെ എന്തെങ്കിലും പ്ലാക്കറ്റോ സിപ്പോ എന്താ ആവശ്യമുള്ളതെന്ന് വെക്കുന്നതിനനുസരിച്ച് അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. എത്ര ലെന്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നെക്ക് അവിടെ സിബ് വെക്കുന്നതിൻ്റെ ആണെങ്കിൽ സിബിൻ്റെ അനുസരിച്ച് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പം നമ്മൾ ബയാസ് ബൈൻഡിങ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആ ക്ലോത്ത് നമ്മൾ ആ ക്രോസ് പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അത് ഒരു എൻഡിൽ നിന്ന് നമ്മൾ ആ സെൻറ്റർ കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഈ ക്രോസ് പീസ് നമ്മൾ ഫോൾഡ് ചെയ്ത് അതേ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ക്രോസ് പീസ് വെക്കേണ്ടത്. അപ്പോൾ റൈറ്റിൽ നിന്ന് റോങ്ങിലോട്ട് നമ്മൾ അകത്തോട്ട് തയ്ച്ച് മടക്കിയെടുക്കും. അത് തയ്ച്ച് ജോയിൻ ചെയ്യുക. ഫ്രണ്ട് ബാക്ക് നെക്കും. ഈ കാണുന്ന പോലെ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നെക്കിൻ്റെ അവിടെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് കളയുക. കുറച്ച് ഫോൾഡിങ്ങിന് വേണ്ടി നമുക്ക് അവിടെ എൻഡ് കുറച്ച് തുണി ഇട്ടേക്കണം. അപ്പോൾ അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മളിപ്പോൾ ഇത് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് കേർവ്ഡായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ആ സ്റ്റിച്ച് കട്ടാവാതെ നമുക്ക് കാണാൻ സാധിക്കുക. സ്റ്റിച്ച് കട്ടാവാതെ ഇതുപോലെ നമ്മൾ നോച്ച് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ കട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക്
അകത്തോട്ടത് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുകയും ആ തുണിക്ക് ഒരു കറക്റ്റായിട്ട് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ കാണുന്ന പോലെ ആ ജോയിനിങ്ങിനോട് ചേർത്ത ആ നമ്മൾ ബയാസ് ബൈൻഡിങ് വെച്ച ആ ക്ലോത്തിൻ്റെ മുകളിൽ വേണം ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളിനി അകത്തോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അതങ്ങ് അകത്തോട്ട് പോകും. ടോപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിൻ്റെ മടക്കി അടിച്ച് തയ്ച്ചെടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അയൺ ചെയ്യുക. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ആ നെക്ക് നമുക്ക് നല്ലതായിട്ട് നല്ല നീറ്റ് ഫിനിഷിങ്ങിലായിട്ട് കിട്ടും.